MDMA സാധാരണയായി എക്സ്റ്റസി, മോളി എന്നെല്ലാം അറിയപ്പെടുന്നു. ഒരു ദിവസം മുതൽ 90 ദിവസം വരെ ഒരാളുടെ ശരീരത്തിൽ MDMA കണ്ടെത്താനാകും. എന്നാലും എത്ര തവണ ഉപയോഗിച്ചു, ഒരു വ്യക്തിയുടെ ശാരീരിക സവിശേഷതകൾ, ഏതുതരം ടെസ്റ്റ് എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും ഇത്. ഇനി ഓരോ ശരീരഭാഗത്തും എത്ര നാൾ വരെ MDMA കണ്ടെത്താനാകുമെന്ന് നോക്കാം. ബ്ലഡിൽ 2 ദിവസം വരെ, യൂറിനിൽ 4 ദിവസം വരെ, ഉമിനീർ അല്ലെങ്കിൽ സലൈവയിൽ 2 ദിവസം വരെ, മുടിയിൽ 90 ദിവസം വരെ. MDMAയുടെ ഇഫക്റ്റുകൾക്ക് എത്ര സമയമെടുക്കുമെന്ന് നോക്കാം. ഡോപ്പാമിൻ, സിറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ എന്നീ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിച്ചാണ് MDMA പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനർജി ലെവൽ, വിശപ്പ്, ലൈംഗിക പ്രവർത്തനങ്ങൾ, വികാരങ്ങൾ, ഉറക്കം എന്നിവയിലെല്ലാം MDMA മാറ്റങ്ങൾ കൊണ്ടുവരും. MDMA ഉപയോഗിച്ചതിനു ശേഷം 30 മിനിറ്റിനുള്ളിൽ ഇഫക്റ്റുകൾ ആരംഭിക്കും. MDMA കൊണ്ട് യൂഫോറിയ എന്ന ആനന്ദകരമായ അവസ്ഥയും ക്ലാരിറ്റി, ഓപ്പൺനെസ് എന്നിവയും അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ സ്പർശനം, ശബ്ദം, ഗന്ധം എന്നിവയിൽ ഏറ്റവും കൂടുതൽ സെൻസേഷൻസും ഉണ്ടാകും. MDMA ഉപയോഗിച്ച് 24 മണിക്കൂറുകൾക്ക് ശേഷം ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അതെന്തെല്ലാമാണെന്ന് നോക്കാം. ഡ്രൈ മൗത്ത്, ജോ ആൻഡ് ഓർ ടീത്ത് ക്ലെൻജിങ്, മസിൽ ക്രാംസ്, നോസിയ, സ്വെറ്റിംഗ്, വിഷൻ പ്രോബ്ലംസ് ഇവയെല്ലാമാണ് അവ. ഇതുകൂടാതെ MDMA ഉപയോഗിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം വേറെയും സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. അവയാണ് ആൻസൈറ്റി, ഡിക്രീസ്ഡ് അപ്പറ്റൈറ്റ്, ഡിക്രീസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ആൻഡ് പ്ലഷർ ഫ്രം സെക്സ്, ഡിപ്രഷൻ, ഇമ്പൾസീവ്നെസ്, അഗ്രഷൻ, ഇറിറ്റബിലിറ്റി, മെമ്മറി ആൻഡ് അറ്റൻഷൻ പ്രോബ്ലംസ്, സ്ലീപ്പ് പ്രോബ്ലംസ്. താപനില നിയന്ത്രിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ MDMA താൽക്കാലികമായി തടസ്സപ്പെടുത്തും. ശരീരോഷ്മാവ് ക്രമാതീതമായി ഉയരുന്നത് ഹൃദയത്തെയും വൃക്കകളെയും കരളിനെയും തകരാറിലാക്കുകയും ഒരാളുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഇനി MDMA എത്രത്തോളം നിലനിൽക്കുമെന്ന് നോക്കാം. MDMAയുടെ പാർട്ടി ഇഫക്റ്റ് സാധാരണയായി 3 മുതൽ 6 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥായുസ് 8 മുതൽ 9 മണിക്കൂർ വരെയാണ്. ഒരു പഠനത്തിൽ ആദ്യത്തെ 1-2 മണിക്കൂറിനുള്ളിൽ MDMAയുടെ ഏറ്റവും കൂടിയ ഇഫക്ട്സ് ഉണ്ടാകുമെന്നും ഉപയോഗിച്ച് കഴിഞ്ഞ് ഏകദേശം 4 മുതൽ 6 മണിക്കൂർ കഴിഞ്ഞ് ഇഫക്ട്സ് കുറയുമെന്നും കണ്ടെത്തി. ഫോൾസ് പോസിറ്റീവ് ടെസ്റ്റിംഗ്. എപ്പോഴും ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ഏതൊക്കെ ഡ്രഗ്സും സപ്ലിമെൻറ്റ്സും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത് നന്നായിരിക്കും. ഇത് ഫോൾസ് പോസിറ്റീവ് ടെസ്റ്റിംഗ് ഇല്ലാതിരിക്കാൻ സഹായിക്കും. ഫോൾസ് പോസിറ്റീവ് ടെസ്റ്റ് എന്നാൽ വേറെ ഏതെങ്കിലും ഒരു ഡ്രഗ് കൊണ്ട് MDMAയുടെ റിസൾട്ട് പോസിറ്റീവായി കാണിക്കുന്നതാണ്. ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് ആൻറ്റി ഡിപ്രസൻ്റ് ആയ ട്രസഡോൺ ഫോൾസ് പോസിറ്റീവ് ടെസ്റ്റിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മെഡിസിൻ എടുക്കുമ്പോൾ യൂറിനിലെ എക്സ്റ്റസി ടെസ്റ്റ് പോസിറ്റീവായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ അഡീഷണൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് റിയൽ ഡ്രഗ് തിരിച്ചറിയാനുള്ള ഏക മാർഗം. ഒരാൾ ഏതു വിധേന MDMA ഉപയോഗിക്കുന്നു എന്നതും ഇഫക്റ്റിൻ്റെ സമയത്തെ ബാധിക്കും. MDMA വേഗത്തിൽ രക്തത്തിലെത്തിയാൽ കണ്ടുപിടിക്കാനും പ്രയാസമായിരിക്കും. ഉദാഹരണത്തിന് വായിലൂടെയാണ് MDMA ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് സമയത്തേക്കാണ് അത് ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഒരാളുടെ ശരീരം MDMA പ്രോസസ്സ് ചെയ്യുന്നത് അയാൾ എത്ര ഡോസിൽ MDMA ഉപയോഗിക്കുന്നു, എത്ര തവണ ഉപയോഗിക്കുന്നു, വ്യക്തിയുടെ മെറ്റബോളിസം എന്നിവ ആശ്രയിച്ചിരിക്കും. ഒന്നിലധികം ഡോസുകളിൽ MDMA ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ കൂടുതൽ കാലം MDMA നിലനിൽക്കും. അതുപോലെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ശരീരത്തിൽ MDMA ഉണ്ടാകുന്ന സമയം കുറവാണ്. ബോഡി ടൈപ്പ്. പല ഡ്രഗ്സും ഫാറ്റി ടിഷ്യൂസിൽ അടിഞ്ഞുകൂടുന്നു. അതിനാൽ കൂടിയ BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് ഡ്രഗ് ഇല്ലാതാവാൻ കൂടുതൽ സമയമെടുക്കും. മെറ്റബോളിസം എന്നത് ഏജ്, ആക്ടിവിറ്റി ലെവൽ, ഹെൽത്ത് കണ്ടീഷൻ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഒരാൾക്ക് ഏത് ഡ്രഗിൻ്റെ വേണമെങ്കിലും ഫാസ്റ്റോ സ്ലോയോ മെറ്റബോളൈസർ ആകാൻ സാധിക്കും. പെട്ടെന്ന് മെറ്റബോളൈസ് ആകുന്ന വ്യക്തികളുടെ ശരീരത്തിൽ നിന്ന് MDMAയുടെ പ്രസൻസ് പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഇനി എങ്ങനെ ഒരാളുടെ ശരീരത്തിൽ നിന്നും MDMA കളയാം എന്ന് നോക്കാം. ജനകീയ വിശ്വാസത്തിന് വിരുദ്ധമായി ധാരാളം വെള്ളം കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ നിന്ന് MDMA കളയുവാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഒരു ടെസ്റ്റിൽ പെട്ടെന്ന് MDMA ഡിറ്റക്ട് ചെയ്യാനും വെള്ളം കുടിക്കുന്നത് കൊണ്ട് സാധിക്കും. MDMA ഉപയോഗിച്ച് ആദ്യത്തെ 12 മണിക്കൂറിനുള്ളിൽ അമിതമായി വെള്ളം കുടിക്കുന്നത് ഡ്രഗിൻ്റെ ഇഫക്ട്സ് കൂട്ടും. ശരീരത്തിൽ നിന്ന് MDMA നീക്കം ചെയ്യാനുള്ള മാർഗം ഡ്രഗ് ഉപയോഗിക്കുന്നത് നിർത്തുകയും മെറ്റബോളിസം ഇല്ലാതാക്കാനുള്ള സമയം കൊടുക്കുകയും ചെയ്യുക എന്നതാണ്.
MDMAയുടെ ഡോസ് കൂടുമ്പോൾ ആക്സിഡൻ്റൽ ഓവർഡോസ് ഉണ്ടാവുകയും അതിൻ്റെ സിംറ്റംസായ ഹൈ ബ്ലഡ് പ്രഷർ, ലോസ് ഓഫ് കോൺഷ്യസ്നസ്, പാനിക് അറ്റാക്സ്, സീഷേഴ്സ്, ഫെയിൻറ്റിംഗ് എന്നിവ കാണിക്കുകയും ചെയ്യുന്നു. MDMA മറ്റു ഡ്രഗ്സുമായി ചേർക്കുമ്പോൾ അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഡ്രഗിൻ്റെ ഓവർഡോസ് പോലെ അപകടകരമാണ് അത് മറ്റ് ഡ്രഗ്സുമായി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ആൽക്കഹോൾ ആയിട്ട് ഒരിക്കലും MDMA മിക്സ് ചെയ്യരുത്. ഒരു പഠനമനുസരിച്ച് കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെൻറ്റിൽ MDMA ഉപയോഗിച്ചവരിൽ വലിയ പ്രശ്നങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ക്ലബ് എൻവയോൺമെൻറ്റിൽ ആളുകൾ വെള്ളം കുടിക്കാതെയും നിർത്താതെ ഡാൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരു പഠനം പറയുന്നത് MDMA വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കും എന്നാണ്. ഒരുപാട് വെള്ളം കുടിക്കുന്നത് വാട്ടർ ടോക്സിസിറ്റിയും ഉണ്ടാക്കുന്നു. അതുതന്നെയാണ് ഹൈപ്പോനെട്രീമിയ. അതിൻ്റെ സിംറ്റംസ് ആണ് നോസിയ, കൺഫ്യൂഷൻ, ഫറ്റീഗ്, ഇറിറ്റബിലിറ്റി, മസിൽ സ്പാസം ആൻഡ് സീഷേഴ്സ്. MDMA ഉപയോഗിക്കുന്നത് ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കും. ഈ ഡ്രഗിന് അപകട സാധ്യത കൂടുതലാണ്. ആരെങ്കിലും ഏതെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കാണപ്പെട്ടാൽ അപ്പോൾ തന്നെ സൈക്കോളജിസ്റ്റിനെയോ എക്സൈസ് കമ്മീഷണർ ഓഫീസിലോ വിവരമറിയിക്കേണ്ടതാണ്.